ഞാൻ ശ്രീകല പിയ, ഫാമിലി കൗൺസിലർ. ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോഴോ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴോ പ്രണയത്തിൽ ആകുമ്പോഴോ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സമാധാനത്തോടു കൂടിയുള്ള ജീവിതം നമുക്ക് പടുത്തുയർത്താം, ഒരു ഹെൽത്തി ലൈഫ് ഉണ്ടാക്കിയെടുക്കാം. പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ബാഹ്യഭംഗി തന്നെയാണ് ആദ്യത്തെ ആകർഷണം. ചില വ്യക്തികളുണ്ട്, പുറമെ കാണാനൊക്കെ നല്ല ഭംഗിയാവും, പക്ഷേ പെരുമാറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലായിരിക്കും. ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ ശരിയായ തങ്ങളുടെ സ്വഭാവം മറച്ചുവെച്ച് ഒരു മാസ്ക് അണിഞ്ഞാണ് ഇരു കൂട്ടരും പലപ്പോഴും പെരുമാറുന്നതായി കാണുന്നത്. ഒരാളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് ആദ്യഘട്ടത്തിൽ നന്നായി പെരുമാറും. അവരുടെ ഏത് സമയത്തിന് വേണമെങ്കിലും നമ്മൾ അവൈലബിൾ ആവും. അവർക്ക് ആവശ്യമായ സാധനങ്ങൾ എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ കാണണമെന്ന് നമ്മൾ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ എത്ര ദൂരത്താണേലും ഓടിയെത്തും. ബർത്ത്ഡേയും മറ്റ് അതുപോലെയുള്ള പ്രധാന ദിനങ്ങൾ ഓർത്ത് വെച്ച് സമ്മാനങ്ങൾ നൽകുക. എപ്പോഴും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക. ഭക്ഷണം കഴിച്ചോ, അതുപോലെ തന്നെ സൂക്ഷിച്ച് യാത്ര ചെയ്യണേ എന്നിങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കും ഇരു കൂട്ടരും ആദ്യഘട്ടത്തിൽ പെരും. ഈ സമയങ്ങളിൽ വളരെ പൊസസീവ് ആയിരിക്കും രണ്ടു കൂട്ടരും. മാക്സിമം എഫേർട്ട് ഇട്ടിട്ടായിരിക്കും ഒരു പ്രണയത്തിനെയോ ഒരു സ്നേഹബന്ധത്തെയോ ഒരു റിലേഷൻഷിപ്പിനെയോ പിടിച്ചു നിർത്താനായിട്ട് പരസ്പരം ശ്രമിക്കുന്നത്. എന്നാൽ റിയൽ ലൈഫ് ആവുമ്പോൾ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായെന്ന് വരാം. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ തന്നെ റിയലായി നമ്മൾ പെരുമാറുക. നമ്മൾ ആരാണെന്നും എങ്ങനത്തെ വ്യക്തിത്വമാണെന്നും ആദ്യമേ ബോധ്യപ്പെടുത്തി വേണം ബന്ധം സ്ഥാപിക്കാനായിട്ട്. നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താണെന്നും നമ്മളുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്നും ഒക്കെ പറഞ്ഞു വേണം ഒരു ബന്ധം സ്ഥാപിക്കാൻ. സ്നേഹത്തിന് വാല്യൂ കൽപ്പിക്കാത്ത മനുഷ്യർ ഒന്നിച്ചിട്ട് ഒരു കാര്യവുമില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവുകളിലൊന്ന് നമ്മെ വാല്യൂ കൽപ്പിക്കുന്ന ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ഈ മനുഷ്യർക്കിടയിലെ സ്നേഹമെന്ന മാജിക്കൊക്കെ വർക്കായി തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയാമോ? അയാളുടെ ഒപ്പമുള്ള വ്യക്തിയുടെ ആഗ്രഹങ്ങളുടെയൊക്കെ ഭാഗമാകുമ്പോഴും മോഹസാഫല്യങ്ങളുടെ കാരണമാകുമ്പോഴും സ്വാതന്ത്ര്യങ്ങളുടെ ചില്ലകളാകുമ്പോഴും സ്വാതന്ത്ര്യത്തെ ഹനിക്കാതിരിക്കുമ്പോഴും അവരിലെ സ്പേസുകളെ കൂട്ടി ഉറപ്പിക്കുമ്പോഴും ഒറ്റപ്പെടുമ്പോഴൊക്കെ ഒപ്പം വന്ന് കൂട്ടിരിക്കുമ്പോഴും ഒക്കെയാണ് സ്നേഹമെന്ന മാജിക്ക് വർക്കാകുന്നത്. ഒപ്പമിരിക്കാനുള്ള ഒരു കാന്തവലയം പാർട്ട്ണർമാരുടെ ഇടയിൽ ഉണ്ടാവണം. പറയാതെ തന്നെ ഒരാളുടെ മാനസികാവസ്ഥയെ മനസ്സിലാക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്നത് പോലൊരു കണക്ഷൻ കിട്ടൽ ഉണ്ടാവണം. ഇതൊക്കെ മനുഷ്യർക്ക് വേണ്ടത് നേരങ്ങളാണ്. അവരെ ഒന്ന് തുറന്ന് പ്രകടിപ്പിക്കാൻ, ഉള്ളിലൊഴുകുന്ന സങ്കടങ്ങളെ ഒന്ന് ഒഴുക്കിക്കളയാൻ ഉതകുന്നതായിരിക്കണം നമ്മുടെ പങ്കാളി. അതുകൊണ്ട് തന്നെ നന്നായി ചിന്തിച്ച് നമ്മൾ എന്താണെന്നും എങ്ങനെയാണെന്നും നമ്മുടെ സ്വഭാവം എന്താണെന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നും നമ്മുടെ പെരുമാറ്റം എന്താണെന്നും നമ്മുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്നും ബോധ്യപ്പെടുത്തി വേണം മുന്നോട്ട് പോകേണ്ടത്. ഓരോ മനുഷ്യരും അപൂർണരും വ്യത്യസ്തരും വിവിധ ജീവിത സാഹചര്യങ്ങളിൽ വളർന്നു വരുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യം തന്നെയാണ്. അതിനാൽ മുൻകൂട്ടി തന്നെ നമ്മളുടെ പാർട്ട്ണറെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയോട് നമ്മൾ എങ്ങനെയുള്ള വ്യക്തിയാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന എങ്ങനെയുള്ള വ്യക്തികളാണ് എന്നും തുറന്നുള്ള സംസാരം ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. തുറന്ന് ബോധ്യപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അത് വെച്ചിട്ട് വേണം ഒരു നല്ല ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനായിട്ട്. നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കണം, നമ്മളായി ഉൾക്കൊള്ളുന്ന വ്യക്തികളായിരിക്കണം. പരസ്പരം നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് ഒരു തടസ്സവും സൃഷ്ടിക്കാത്ത ആൾക്കാരായിരിക്കണം. നമ്മളെ കുടുംബാംഗങ്ങളെ, നമ്മളുടെ അച്ഛനെയും അമ്മയെയും എല്ലാം അവരുടേതെന്ന് പോലെ കണക്കാക്കുന്ന ആൾക്കാരായിരിക്കണം. നമ്മളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന ആൾക്കാരായിരിക്കരുത്. എല്ലാ രീതിയിലും ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ആളായിരിക്കണം നമ്മളുടെ പങ്കാളി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ കഴിയട്ടെ. നല്ല പ്രണയമുണ്ടാവട്ടെ, നല്ല ജീവിതമുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഏവർക്കും സ്നേഹം.